ഹലോ ഗായ്സ്, അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് അടുക്കള വിശേഷമാണ്. പാചകവും ഉണ്ട്, അതിൽ കുറച്ച് അടുക്കള കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ കാപ്പിക്ക് ചപ്പാത്തിയും ഈ കോളിഫ്ലവർ കറിയാട്ടോ. അപ്പോൾ ഞാൻ സവാളയും കുറച്ച് വെളുത്തുള്ളി, പിന്നെ ക്യാപ്സിക്കം, ഒരു 2 പച്ചമുളക് കേട്ടോ, അതൊന്ന് എണ്ണയിലൊന്ന് വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മൈദ, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഓൾറെഡി ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പ് ഇട്ടിട്ട്. പിന്നെ ഇതൊരു സോസാണ്, സോയാ സോസും ടൊമാറ്റോ സോസും ഞാൻ കുറച്ച് വെള്ളത്തിലൊന്ന് ചാലിച്ചെടുത്ത കേട്ടോ. അപ്പോൾ സവാളയും ക്യാപ്സിക്കും ഒക്കെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കത് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം മിക്സായിട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് വെള്ളത്തിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളത്തിൽ മൈദയും ഒന്ന് മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കോൺഫ്ലവറാണ് വേണ്ടത്, പക്ഷേ കോൺഫ്ലവർ എൻ്റെ അടുത്തില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മൈദയ്ക്കകത്ത് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക കേട്ടോ ചെയ്തത്. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ കുറച്ചും കൂടെ ബെറ്റർ മറ്റേത് കോൺഫ്ലവർ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ മാവ് ഞാൻ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആവുള്ളൂ. ഞാൻ ഇത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന ഗോതമ്പ് പൊടിയില്ല, അതിനകത്താട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നരിച്ചിട്ട് എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ സോഫ്റ്റ് ആവും. അപ്പോൾ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. ചില നേരത്ത് നല്ല രീതിയിൽ കിട്ടും, പക്ഷെ ചില നേരത്ത് വേറെ ഷേപ്പിൽ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ പരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചുട്ടെടുക്കണം. ദോശക്കല്ല് അടുപ്പ് വെച്ച് ചൂടാക്കാൻ വെച്ചേക്കും കേട്ടോ. പിന്നെ എല്ലാം ചുട്ടെടുത്തിട്ട് കാണാം. അപ്പോൾ അങ്ങനെ എല്ലാം ചുട്ടെടുത്ത് പൊന്നൂസിന് കഴിക്കാനായിട്ട് കൊടുത്തിട്ട്, പൊന്നൂസിന് അപ്പം ഞാൻ കറിയല്ലാതെ കോളിഫ്ലവർ വറുത്ത് വെച്ചിട്ടുണ്ടാകും, അതിന് കുറച്ച് മാറ്റി അവക്കും ചപ്പാത്തിയും അതും കൂടെ കൊടുത്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം തന്നെ വന്നിരുന്നു. നല്ല മഴ മൂടലാണ്, ആകെ ശോകം കേട്ടോ. ഈ മൂടിൽ തന്നെ രാവിലെ ഉണ്ടെങ്കിൽ ഒരു സുഖമില്ല. അപ്പോൾ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാപ്പി കുടിച്ചു കേട്ടോ. അപ്പോൾ ചപ്പാത്തിയും കോളിഫ്ലവർ എടുത്ത് പിന്നെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് മോരുകറി ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ. കുമ്പളങ്ങ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ കുമ്പളങ്ങ ഇട്ടിട്ട് മോരുകറി വെക്കാമെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്നു, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ മോരുകറിയൊക്കെ വെച്ചു. പിന്നെ ഞാൻ ഇന്നലെ പച്ചക്കറി മേടിക്കാൻ പോയപ്പം കുറച്ചല്ല 2 മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടപ്പം കൊതി വന്നിട്ട് മാങ്ങാച്ചാറ് കൂട്ടാനായിട്ട് ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ മേടിച്ചാണ്. അപ്പം അത് റെഡിയാക്കുവാണ്. അപ്പം ഞാൻ മാങ്ങ ഉപ്പും കുറച്ച് കായവും ഇട്ട് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെളുത്തുള്ളി പച്ചമുളകും അരിഞ്ഞ് വെച്ചു. പിന്നെ ഇവിടെ കഴിഞ്ഞ് ഉലുവയിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് അച്ചാർ പൊടി ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് അച്ചാർ പൊടിയും കുറച്ച് മുളക് പൊടിയും കേട്ടോ. അപ്പോൾ അത് ഒരു മൂത്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് കായം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അച്ചാർ പൊടിക്കകത്ത് ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ചേർക്കട്ടെ, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. പിന്നെ അതൊക്കെ വഴണ്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. ഈ കരിയാപ്പില ഇട്ടെങ്കിൽ നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു മണം. മൂത്തൊക്കെ വരുമ്പോഴത്തേക്ക് പ്രത്യേക ഒരു മണമില്ല അത്. പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടിയും അച്ചാർ പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ എടുക്കാനായിട്ട് അവിടെ നിന്നാട്ടോ. അപ്പോൾ ആ പൊടിയും കൂടി അങ്ങ് ഇട്ടു. പിന്നെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരുപാട് കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു കളർ അങ്ങ് മാറും കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ എരിവില്ലാത്ത മുളക് പൊടിയാണെങ്കിൽ നമുക്ക് ഒരുപാട് എരിവ് ഉണ്ടാവില്ല കേട്ടോ. എരിവ് ആവശ്യം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഞാൻ കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മാങ്ങ ഇട്ട് കൊടുത്തു കേട്ടോ. മാങ്ങ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിരിക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇത് നാളെ എടുക്കുന്നതായിരിക്കും അടിപൊളി കേട്ടോ. പിന്നെ നമ്മുടെ വീടുകളിലൊക്കെ എങ്ങനെ അച്ചാർ ഒത്തിരി നേരമൊന്നും വെക്കാൻ പറ്റത്തില്ല. ഇതിപ്പം കുറച്ച് ദിവസം കൊണ്ട് തീരുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.